നമസ്കാരം. വോട്ടേഴ്സ് ചോയ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാൻ ചേരുന്നു രാഷ്ട്രീയ നിരൂപകൻ ഫക്രുദ്ദീൻ അലി, കേരള കൗമുദി അസോസിയേറ്റ് എഡിറ്റർ ശങ്കർ ഹിമഗിരി. ഇരുവർക്കും സ്വാഗതം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ത്രികോണ മത്സരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശശി തരൂർ MP, ആഗോള പൗരൻ, കോൺഗ്രസ് പ്രതിനിധിയായി ഇക്കുറിയും മത്സരരംഗത്തുണ്ട്. തുടർച്ചയായ 4ാം തവണ 3 തുടർ ജയങ്ങൾക്ക് ശേഷം മത്സരരംഗത്ത് നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരരംഗത്തേക്ക് വരുന്നതോടുകൂടിയാണ് ത്രികോണ മത്സരം വളരെ ശക്തമാകും എന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നത്. പന്ന്യൻ രവീന്ദ്രനാണ് CPIക്ക് വേണ്ടി LDF സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നത്. എന്താണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കൂടി പ്രചാരണ രംഗത്തേക്ക് വന്നതിന് ശേഷം എങ്ങനെ പോകുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒരു പൾസ്? കാര്യമായിട്ടൊന്നും പോകുന്നില്ല. സത്യത എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ അത്ര സജീവമായിട്ട് പോസ്റ്റർ യുദ്ധമൊന്നും അങ്ങനെ വളരെ ആക്റ്റീവായിട്ട് കാണുന്നില്ല. പന്ന്യൻ്റെ കുറച്ച് പിള്ളേരുടെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ അവിടെ ഇവിടെ കാണുന്നുണ്ട്. എങ്കിൽ പോലും ഒരു ചൂട് പിടിച്ചിട്ടില്ല. രാജീവ് ആദ്യഘട്ടത്തിൽ ഈ പോസ്റ്ററുകളൊക്കെ ഇനി കാര്യം നടക്കും, പുരോഗതിയുടെ രാജീവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നല്ല ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുള്ള പോസ്റ്ററുകൾ വന്നിരുന്നു. ഇപ്പം രണ്ടാമത്തെ ഘട്ടത്തിലെത്തിക്കുമ്പോൾ രാജീവ് ആ പേസ് ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് തണുപ്പം മട്ടിലാണ് പോകുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു LDF വെച്ച് ബാക്കി 2 ഉൾപ്പാട്ടി പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. ശശി തരൂരായിട്ട് നമ്മൾ ഓൾറെഡി ഓരോ തവണ ഇവിടെ മത്സരിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടെയുള്ള ലോക്കൽ കോൺഗ്രസ് ലീഡർഷിപ്പ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കും. തുടക്കം മുതൽ ഉള്ളതാണ് അത് കാര്യമാണ്. പിന്നെ സഹജമായ ഒരു ഇല്ല അസൂയ മുതൽ ഇങ്ങോട്ട് പല ഘടകങ്ങളുണ്ട്. പക്ഷേ ഈ ശശി തരൂർ ആദ്യത്തെ തവണ ജയിച്ചു കഴിഞ്ഞപ്പം അടുത്ത 2-3 തവണ പുള്ളി തന്നെ ജയിക്കത്തുള്ളൂ എന്നുള്ളൊരു ഇമേജ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അത് ഒന്ന് ആഗോള പൗരൻ, പിന്നെ വലിയ ഭരണഘടനാ വലിയ പദവികളിൽ UN ഉൾപ്പെടെയുള്ള പദവികളിൽ ഇരുന്ന ആൾ, അസാധാരണമായ ഇംഗ്ലീഷ് ചാതുര്യം, മനുഷ്യൻ മനസ്സിലാത്ത ഇംഗ്ലീഷ്, പിന്നെ മറ്റൊന്ന് പിന്നെ സൗന്ദര്യം എന്നെനിക്ക് അതിനെ പറയാവോന്ന് അറിഞ്ഞൂടാ. പക്ഷെ വശ്യമായ ഒരു ചന്തം ഉണ്ടായിരുന്നു, ഒരു ആകർഷണീയത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ പങ്കെടുക്കുന്ന യോഗങ്ങളിലൊക്കെ അതിപ്പോഴും ഉണ്ട്. ഒരുമിച്ചിരുന്ന് സെൽഫി എടുക്കാനും ഒക്കെയുള്ള തിരക്ക്. പക്ഷേ ആ ആഗോള പൗരൻ ഇമേജും പിന്നെ ഈ സൗന്ദര്യ പശ്ചാത്തലമൊക്കെ മാത്രം കൊണ്ട് തരൂർ ഈ 4ാം തവണ കടന്നുകൂടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ എനിക്ക് പലപ്പോഴും തോന്നി ശശി തരൂരിൻ്റെ അടുത്ത് ഞാൻ മുമ്പ് ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ പൈസക്കാരിനെ കല്യാണം കഴിച്ച പാവപ്പെട്ടവൻ്റെ അവസ്ഥയിലായിപ്പോയി തിരുവനന്തപുരം. ഈ ശശി തരൂരിനെ അപ്പം നമ്മൾ ജയിപ്പിച്ച് വിട്ട സമയത്ത് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നാണ്. അങ്ങനെ കേന്ദ്രമന്ത്രിയൊക്കെ ആയല്ലോ. ഇങ്ങനെ ഇവിടെ IPL കൊണ്ടുവരാൻ നോക്കി, അതും മുടിഞ്ഞുപോയി. അതിപ്പോൾ ഒന്നും ആയില്ല, കേസുമായി, ഭാര്യ മരിച്ചു, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയി. ഇവിടെ ബാസിലോൺ ആക്കാൻ തോന്നുന്നു, ഒരു ചുക്കും നടന്നിട്ടില്ല. പിന്നെ ഈ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ നടത്തുന്ന വികസന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഹൈവേയും മറ്റു കാര്യങ്ങളും ബീജം വളരെ മുമ്പേ നായനാരുടെ കാലത്ത് വന്നൊരു പ്രൊജക്റ്റാണ്. പിന്നെ അത് പിന്നെ UDF ഗവൺമെൻറ് ഉമ്മൻചാണ്ടി സാർ പ്രത്യേക ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, മോഡി പ്രത്യേക ഇനീഷ്യേറ്റീവ് എടുക്കുന്നു, അത് നടക്കുന്നു. അതിൽ മൂപ്പർക്ക് വലിയ കാര്യമൊന്നുമില്ല. ഈ പ്രൊജക്റ്റ് ആദ്യം കൊണ്ടുവന്നത് SCP ആണ് കേട്ടോ. അതായത് ബീജം പ്രൊജക്റ്റ് ആദ്യം കൊണ്ടുവന്നത് SCP ആണ്. ബീജത്ത് പോർട്ട് കൊണ്ടുവന്നിട്ട് വെള്ളായണി കായലിൽ അതിലൊരു കണക്ട് ചെയ്ത് കായലിൽ പിന്നെ കപ്പലുകൾ ആങ്കർ ചെയ്യാനുള്ള സംവിധാനം, അതായിരുന്നു SCPയുടെ ബുദ്ധി, അറിയാലോ. അപ്പോൾ ആ പ്രൊജക്റ്റാണ് ഇപ്പം നടന്നത്. അതിൽ അയാൾക്ക് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. പിന്നെ മൂപ്പർ ഇങ്ങനെ നടന്നിട്ട് വലിയ ഇംഗ്ലീഷ് പറയും, നമുക്കൊന്നും മനസ്സിലാവുകയില്ല. അപ്പോൾ പക്ഷേ മൂപ്പരൊരു ഗുണമെന്ന് വെച്ചാൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് തിരുവനന്തപുരത്തുകാർക്ക് മനസ്സിലായി കല്യാണം കഴിച്ചതൊക്കെ ഈ പറയുന്ന ഒരു ഗതിയില്ലാത്ത ടീമിനാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇപ്പോൾ അതേ ഉള്ളൂ, കാണാനും കൊള്ളാം. ഈ പറയുന്ന സ്ത്രീകളെ വോട്ടിട്ടും യുവാക്കളെ വോട്ടിട്ടും മൂപ്പർക്ക് പറ്റിയൊരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. രാമേന്ദ്രൻ നായർ മത്സരിച്ചു, പിന്നെ ബെന്നറ്റ് മത്സരിച്ചു, അതൊക്കെ തന്നെ. പിന്നെ അങ്ങനെ ഏരത്ത് നിൽക്കില്ലായിരുന്നു. അപ്പോൾ ഇത്തവണ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ രാജീവ് ചന്ദ്രശേഖർ കടുവയെ പിടിച്ച കിടുവയാണ്, ബുദ്ധി രാക്ഷസനാണ്, തൊട്ടതെല്ലാം പൊന്നാക്കിയ ആളാണ്. അതായത് അങ്ങയുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് മൊബൈൽ കമ്പനി BPL തുടങ്ങി നമ്പ്യാരായി, അങ്ങനെ അമ്മയായിപ്പോയി. പക്ഷേ BPL മൊബൈൽ തുടങ്ങി ഇങ്ങേരാ. അതിനുശേഷം അങ്ങേര് ഈ പറഞ്ഞ മൊബൈൽ ഈ 2G സ്പെക്ട്രൊക്കെ വരുന്നതായി അങ്ങനെ മുൻകൂട്ടി കണ്ടു. അങ്ങനെ എന്തിന് മൊത്തം ബിറ്റ് $1.4 മില്യൺ അക്കൗണ്ടിലിട്ടിട്ട് അങ്ങനെ ബാംഗ്ലൂരിൽ പോയി സൊസൈറ്റി ഇരുന്ന്, എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ ജനതാദളിൻ്റെ ഓഫിൽ അങ്ങനെ MP ആവുന്നു, BJPയുടെ കൂടി സഹായത്തോട് കൂടിയിട്ട്. MP ആയി കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയി പാർലമെൻറ്റിലൊക്കെ. അത് പിന്നെ പല കാര്യങ്ങളുമായിട്ട് ഗവർണർ പദവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ചില പ്രധാന പ്രശ്നങ്ങളൊക്കെ അത് ഉന്നയിക്കേണ്ടായി. അത് കഴിഞ്ഞ് മോഡിയായിട്ട് ഫ്രണ്ടാവുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ പിന്നെ വെഞ്ചർ ക്യാപിറ്റൽ തുടങ്ങുന്നു, ജൂപ്പിറ്റർ ക്യാപിറ്റൽ തുടങ്ങുന്നു. അതും തൊട്ടതൊക്കെ പൊന്നെ എല്ലാം പൊന്നാണ്. പിന്നെ ബാംഗ്ലൂർ ഏറ്റവും വലിയ പ്രശ്നം ഈ വെള്ളത്തിൻ്റെ പ്രശ്നമാണ്, ഒന്ന് ട്രാഫിക്കാണ്. ഈ 2 പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. അവിടുത്തെ IIT ആയിട്ട്, അവിടുത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുമായിട്ട് സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അദ്ദേഹം ഇടപെടുന്നു. കുഴപ്പമില്ലാതെ പെർഫോം ചെയ്യുന്ന രാജ്യസഭ MP ആയി. പിന്നെ മോഡീനെ കണ്ട സമയത്ത് എന്ത് ചെയ്യുന്നു,
മോഡിയുടെ മന്ത്രിസഭയിൽ അങ്ങേര് മെമ്പറായിട്ട് വരുന്നു, ഇപ്പോഴത്തെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി വരുന്നു. അപ്പം മൂപ്പരൊരു കാര്യം എന്ന് വെച്ചാൽ ശശി തരൂർ ഒരുപാട് വർത്തമാനം പറയും, ചെയ്യിപ്പ് കുറവാണ്. ഇങ്ങനെ ജീവിതത്തിൽ തന്നെ ചെയ്യൽ കൂടുതലാണ്, വർത്തമാനം വളരെ കുറവാണ്. അതിനെ പിന്നെ പരോക്ഷമായിട്ട് പരിഹസിക്കാനും കൂടെ ആയിരിക്കാം ഇനി കാര്യം നടക്കും. ഒരു പരസ്യവാചകം CPI-കാരുടെ പിന്നെ പന്നിൻ്റെ പരസ്യവാചകം ഉണ്ട്, വിശ്വപൗരനല്ല വിശ്വസിക്കാവുന്ന പൗരൻ. അപ്പോൾ ഇതാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഈ പറഞ്ഞ സ്റ്റാർഡം മാത്രമേ ഉള്ളൂ, വലിയ വർത്തമാനം. ഇപ്പം ശശി തരൂരിന് രാജീവ് അല്ലേ, നമുക്ക് ശശി തരൂർ തന്നെയാണ് നമ്മളെ ചോയ്സ്. പക്ഷേ രാജീവ് വരുമ്പം രാജീവ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഡയലോഗല്ല. രാജീവ് വളരെ ചുരുക്കേ സംസാരിക്കുള്ളൂ. പിന്നെ രാജീവിനെ കൊണ്ട് വേറൊരു ഗുണം നമുക്ക്, രാജീവിൻ്റെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നു. പന്നിന് വലിയ ഇംഗ്ലീഷൊന്നും ഇല്ല, പക്ഷേ രാജീവിന് ഇംഗ്ലീഷ് മനസ്സിലാവും. ഇങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് വല്ലതും മനസ്സിലാവും, ഇങ്ങനെ വല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ ഈ പറഞ്ഞതിനർത്ഥം രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നാണോ? ജയിക്കുന്ന അങ്ങനെയല്ല. ഇപ്പം പന്നിൻ്റെ സിറ്റിയിലെ ഈ 4 മണ്ഡലങ്ങളിലെ വോട്ടാണ് BJPയും BJPക്കും അതുപോലെ തന്നെ നമ്മുടെ ശശി തരൂരിനും ഒരേപോലെ വരുന്ന വോട്ടുകൾ. ഈ വോട്ടുകളിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിറ്റിയിലെ വോട്ടുകൾ വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, വെർട്ടിക്കലി സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. കാരണം ഒത്ത സ്ഥാനാർത്ഥി വന്നു എന്നുള്ളതാണ്. പിന്നെ 2 ഈ തീരദേശ മേഖലയിലെ മണ്ഡലങ്ങൾ, അതായത് കോവളം, നെയ്യാറ്റിങ്കര, പാറശാല, ഇവിടെയാണ് ശശി തരൂരിന് എപ്പോഴും ഒരു മേൽക്കൈ കിട്ടിക്കൊണ്ടിരുന്നത്. അവിടെയാണ് രാജീവ് കൃത്യമായി പഠിച്ചിറങ്ങിയിരിക്കുന്നത്. ഇപ്പം പുലിയൂർ ആ പുലിമുട്ട് നിർമ്മാണം വളരെ ശാസ്ത്രീയമായി അദ്ദേഹം ഇടപെടുന്നു. അദ്ദേഹത്തിന് വായി നോക്കണം. ആ സമയത്ത് ഇപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ കൃത്യമായി അദ്ദേഹം പറഞ്ഞ സ്ഥലങ്ങളെല്ലാം കടലുകയറ്റം ഉണ്ടാവുകയും ചെയ്തു. അപ്പം ഇതൊക്കെ അദ്ദേഹത്തിന് വിശ്വാസം നേടിക്കൊടുക്കുകയാണ്. പിന്നെ ഈ രാജീവിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാം പഠിച്ചതിന് ശേഷം വെറുതെ അങ്ങനെ ഇറങ്ങില്ല, ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ അവിടെ നേട്ടം ഉണ്ടാക്കുകയും ചെയ്യും. അതാണ് അങ്ങനെയുടെ രീതി. അപ്പോൾ ആ മേഖലയിൽ അദ്ദേഹം ഇടപെട്ടിട്ടുണ്ട്. പിന്നെ രാജീവ് കൊടുക്കാത്ത കാശുള്ള ഒരാളാണ്, നമുക്കറിയില്ല. ആ മേഖലയിലുള്ള ഒരുപാട് ചർച്ചസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഡൽഹി കിടക്കുന്നുണ്ടാവും, ടാക്സൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ രാജീവ് വിചാരിച്ച് ഈസി ആയിട്ടൊക്കെ ചെയ്തു കൊടുക്കാം. കാരണം രാജീവിന് ഭാഷ അറിയാം, ഡൽഹിയിൽ പിന്നെ വളരെ നല്ല കണക്ഷൻസ് ഉണ്ട്, മോഡിയുടെ അടുത്ത് വളരെ നല്ല ആക്സസ് ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടുത്തെ വോട്ടുകൾ അദ്ദേഹം ശരിക്കും അദ്ദേഹത്തിന് കിട്ടണമെന്നില്ല, അതൊന്ന് സ്പ്ലിറ്റായാൽ മതി, സുഖമായിട്ട് രാജീവ് ജയിക്കും. ഇവിടെ സിറ്റിയിലെ വോട്ടുകൾ സ്പ്ലിറ്റ് ആവുന്ന ഒരു സാഹചര്യം കൊണ്ടുണ്ട്. പ്രൊവൈഡഡ് BJPക്കാരെ പിന്നിന്ന് കുത്തുന്ന പരിപാടി നിർത്തിയാൽ. കാരണം പല സ്ഥലത്തും സമയത്തും BJPക്കാർ തിരുവനന്തപുരത്ത് കുമ്മനത്തെ വരെ കുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടത്. BJP സ്വയം അല്ലേ അവരുടെ സ്ഥാനാർത്ഥിയെ തിരിഞ്ഞു. അപ്പോൾ ആ പരിപാടി ഇപ്പം തന്നെ ഞാൻ കേട്ടൊരു സംഭവം എന്ന് വെച്ചാൽ രാജീവിന് പ്രവർത്തിക്കാൻ ആവശ്യമുള്ള ആളുകളെ കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കംപ്ലയിൻറ്റ് ചെയ്തു തന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായി എന്നാണ് ഞാൻ കേട്ടിട്ട്, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം ഈ രാജേട്ടന് വേണ്ടിയിട്ട് രാജേട്ടൻ നിയമത്ത് മത്സരിച്ച സമയത്ത് പ്രവർത്തിച്ച പോലെ, അല്ലെങ്കിൽ 2014 രാജേട്ടന് വേണ്ടി പ്രവർത്തിച്ച പോലെ BJP രംഗത്ത് ഇറങ്ങുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലൗട്ട് കൂടിയാകുമ്പോൾ, രാജീവിൻ്റെ ക്ലൗട്ട് കൂടിയാകുമ്പോൾ ഇവിടെ BJP ജയിക്കാനാണ് സാധ്യത. പക്ഷേ പിന്നെ കുത്തരുത്. എനിക്കൊന്നിപ്പോൾ തിരുവനന്തപുരത്ത് ജനങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇനിയും സമയമായിട്ടില്ലെന്ന് തോന്നുന്നു. തിരുവനന്തപുരം മറ്റ് മണ്ഡലങ്ങളിൽ പോലെ അല്ല. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു സവിശേഷതയും നമുക്ക് പറയേണ്ടതാണ്. അതായത് അർബൻ പോപ്പുലേഷനാണ് കൂടുതൽ. അവർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രൊഫൈൽ നോക്കും, അയാൾക്ക് കേന്ദ്രത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ അവിടെയുള്ള സോഴ്സ് നോക്കും. ഇതെല്ലാം നോക്കിയിട്ടാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ പിന്നെ തരൂരിൻ്റെയും രാജീവ് ചന്ദ്രശേഖരനെ നമ്മൾ എടുത്തു നിർത്തിയാൽ, ഇപ്പോൾ ഒരു പുതിയ തലമുറയിലെ ഒരാൾ നോക്കുകയാണ്, ഇത് കമ്പയർ ചെയ്താൽ ശശി തരൂർ എന്താണ് എന്നുള്ളതിൻ്റെ ഉദാഹരണം കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഉണ്ട്. രാജീവ് വലിയ രൂപമായിട്ടുണ്ട്. ഈ തരൂരിന് എന്തായാലും വോട്ട് ഇപ്പോഴത്തെ നിലയ്ക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും വോട്ട് പോലും ആ മാർജിൻ നല്ലപോലെ കുറയാൻ സാധ്യത. തരൂരിൻ്റെ വലിയ ദൗർബല്യം എന്താണ്? മണ്ഡലം തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് ഒന്ന്. മറ്റൊന്ന് രണ്ടാമത്തെ കാര്യം, ഞാൻ എന്താ വലിയ സംഭവം എന്നുള്ളത് തന്നെയാണ്. നാട്ടുകാരൊക്കെ എന്നെ ജയിപ്പിച്ചോളൂ എന്നുള്ള വിശ്വാസമാണ്. കാരണം കഴിഞ്ഞ തവണയൊക്കെ സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ വലിയൊരു സ്റ്റാച്ചർ ഉള്ളൊരു മനുഷ്യന് നമ്മൾ വോട്ട് ചെയ്യും. പ്രത്യേകിച്ച് സ്ത്രീകളും യുവാക്കൾക്കൊക്കെ അങ്ങനെ ഒരു ആകർഷണീയത തോന്നും. പാർട്ടി വോട്ടൊന്നും വീല്ല, അറിയാലോ. പിന്നെ കോൺഗ്രസ്സുകാരും ഉള്ളിൽ നിന്ന് കുത്തുകയും ചെയ്യും. പക്ഷേ ഇത് അങ്ങനെയുള്ള സ്ത്രീകളുടെയും യുവാക്കളുടെയും വോട്ട്, അതിൽ ഇത്തവണ വലിയ വ്യത്യാസമുണ്ട്. അതിൽ വ്യത്യാസമുണ്ട്. വെർട്ടിക്കലി സ്പ്ലിറ്റ് വന്നു, എസ്പെഷ്യലി യുവാക്കളുടെ പിന്നെ വോട്ടിലൊക്കെ സ്പ്ലിറ്റ് വന്നു. അവർ നോക്കുന്നത് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസാണ് ഇവിടെ വരുന്നത്. കാരണം അവർക്ക് ജോലി വേണ്ടേ, അവർക്കിവിടെ ജീവിക്കണ്ടേ. അപ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരാൻ പറ്റുന്നു. അപ്പോൾ അവർ നോക്കുമ്പോൾ 15 വർഷത്തെ ഇദ്ദേഹത്തെ പെർഫോമൻസ് അപ് ടു ദ മാർക്കല്ല. എന്നാൽ രാജീവിൻ്റെ പേഴ്സണൽ ലൈഫും രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലും ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് പ്രോമിസിംഗ് ആണ്. അദ്ദേഹം പറയുന്നതും അതാണ്. പ്രചാരണ വേളയിൽ അദ്ദേഹം പറയുന്നതും അത് തന്നെയാണ്. തൊഴിലിനെ സംബന്ധിച്ചും തൊഴിൽ സാധ്യതകളെ സംബന്ധിച്ചും പുതിയതായി സൃഷ്ടിക്കാവുന്ന പുതിയ മേഖലകളെക്കുറിച്ചും അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് വളരെ ഇഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ കാര്യം അദ്ദേഹം വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ. അത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, സാധാരണക്കാർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതുമായി അമേരിക്കൻ ഇംഗ്ലീഷ് തൊണ്ടയിൽ കൂടെ നാട്ടുകാർക്ക് സത്യം പറയാമല്ലോ. ഈ ശശി തരൂർ ഭയങ്കര സംഭവമായതുകൊണ്ട് നമ്മൾ ഈ കഥകളി കാണാൻ നിൽക്കുമ്പോൾ ആ ഗംഭീരം നമ്മൾ കഴിയാത്ത ഒന്നും മനസ്സിലാകാറില്ല. നമ്മൾ ത്രികോണ മത്സരം എന്നൊക്കെ പറഞ്ഞാലും
ഇപ്പം ഒരു ആഗോള പൗരനും ഒരു ആഗോള വ്യവസായിയും ഒരു നിർദ്ദോഷിയായ സാധുവായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തമ്മിലുള്ള മത്സരം ആണ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. ഇപ്പോൾ ഈ പിന്നെ പന്നിന് ആദ്യ ഘട്ടത്തിലേ പറഞ്ഞു എനിക്കിതിൽ താല്പര്യമില്ല, മത്സരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് പകരം ആളില്ലാത്തതുകൊണ്ട് പന്നിനെ കൊണ്ടുവന്ന് വെച്ചതാണ്. അതേസമയം ദീർഘകാലത്തിന് ശേഷമാണ് LDF പന്നിനെ പോലെ സ്വീകാരനായ ജനകീയനായ പിന്നെ മറ്റ് തരത്തിൽ കേടൊന്നും പറയാനില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുന്നത്. പക്ഷേ ഇത്തവണ ഈ പന്നിനാണ് സ്ഥാനാർത്ഥി എന്നുള്ള ഒരു പോസിറ്റീവ് ഒരു പോയിന്റ് LDF എൻകാഷ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ബാക്കി മറ്റ് 2 സ്ഥാനാർത്ഥികളുടെ മേൽക്കൈ നോക്കുമ്പോൾ അല്ല, ഇവരുടെ LDF വോട്ടുകൾ കൃത്യമായിട്ട് അവർക്ക് വീഴ്ത്താൻ പറ്റുകയും അതേസമയം തന്നെ ഈ പിന്നെ ബാക്കി എതിർക്കുന്ന വോട്ടുകൾ കൃത്യമായി സ്പ്ലിറ്റ് ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്ന സാഹചര്യം മുസ്ലിം വോട്ട്, കാരണം മോഡീനെ ഭയങ്കര പേടിയാണല്ലോ, ക്രിസ്ത്യാനികളെ പോലല്ല. അപ്പോൾ ഈ മുസ്ലിം വോട്ട് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആരാണ് എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് ചെയ്യാൻ സാധ്യത. അങ്ങനെ ഘട്ടം വന്നാൽ ചിലപ്പം ജയിച്ചു. അത് സാധ്യത വളരെ കുറവാണ്. അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മുസ്ലിം വോട്ടുകളുടെ കൺസോൾട്ടേഷൻ അനുകൂലമായിട്ട് വരികയും എന്നാൽ ഈ ശശി തരൂർ ജയിക്കില്ല, രാജീവ് ജയിക്കുന്ന ഫീൽ ഉണ്ടാവുകയും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ആ രീതിയിൽ അതൊരു വിദൂരമായ സാധ്യതയാണ്. ഈ വിഴിഞ്ഞം പൂവാർ മേഖലയിലെ വോട്ട് വലിയൊരു ഫാക്ടറാണ്. പലപ്പോഴും ശശി തരൂരിൻ്റെ കച്ചിത്തുരുമ്പ് ഈ തീരദേശ ബെൽറ്റാണ്. ഇപ്രാവശ്യം പക്ഷേ അദ്ദേഹത്തിന് അത്രയേറെ ബാങ്ക് ചെയ്യാൻ പറ്റുമോ ഈ മേഖലയിലേക്ക്? അവിടെയാണ് പ്രശ്നം. ഈ വിഴിഞ്ഞത്തെ കാര്യത്തിലൊക്കെ തന്നെ ഇദ്ദേഹം അവരുടെ എല്ലാവരുടെ ആളാണല്ലോ ശശി തരൂർ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ നിലപാട് ഈ പറയുന്ന പോലെ ആ മേഖലയിലെ ആളുകൾക്ക് പിന്നെ രുചിച്ചിട്ടില്ല. ആ സമയത്തിൻ്റെ സമരമൊക്കെ നടന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ശക്തമായ വികാരം അവിടെ ഉണ്ടായി. അപ്പം മുമ്പ് അവർ കണ്ട ശശി തരൂർ അല്ല ഇപ്പോൾ അവർ കണ്ട ശശി തരൂർ. പിന്നെ ഇപ്പം അവിടെയാണ് ആ മേഖലയിൽ ഞാൻ തോന്നുന്നു രാജീവ് ഏറ്റവും കൂടുതൽ ഇപ്പം പ്രവർത്തിക്കുന്ന ആ മേഖലയിലാണ്. ഞാൻ പറഞ്ഞത് രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് കുശാഗ്ര ബുദ്ധിക്കാരനാണ്. ഇതെല്ലാം പഠിച്ചിട്ടായിരിക്കും അവിടെ നിന്ന് വന്നിട്ടുണ്ടാവുക. രാജീവിന് കൃത്യമായ പ്ലാനുണ്ട്. ദൈവസഹായം കൊണ്ട് അദ്ദേഹം വിചാരിച്ച പോലെ കാര്യങ്ങളെ പ്രകൃതി പോലും ആ രീതിയിൽ കളിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥികളുടെ കാര്യം സംസാരിക്കുമ്പോൾ വളരെ പിന്നെ അങ്ങ് മുകളിലത്തെ തട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ പേരുകളാണ് S. ജയശങ്കർ, നിർമ്മല സീതാരാമൻ, മോഡിയുടെ പേരുണ്ടായിരുന്നു ഒടുവിൽ. അതെ, മോദി, അത് സുരേന്ദ്രൻ ഒരിക്കൽ പറഞ്ഞു മോദിക്ക് എവിടെ വേണേൽ മത്സരിക്കാമല്ലോ, തിരുവനന്തപുരത്ത് മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഒടുവിൽ രാജീവ് ചന്ദ്രശേഖർ വരുന്നു. അപ്പോൾ ഈ തരൂരിനെ തോൽപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത് മോദിയുടെ BJPയുടെ ഉദ്ദേശം എന്തായിരിക്കും? അല്ല, അത് കേരളത്തിൽ കൃത്യമായൊരു അടിത്തറ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ശരിക്കുള്ള ഒരു നാച്ചുറൽ A ക്ലാസ് മണ്ഡലമാണ് തിരുവനന്തപുരത്ത് ഹിന്ദുയിസത്തിനല്ല ഹിന്ദുത്വവാദത്തിന് ശക്തമായ അടിത്തറയുള്ള ഏരിയയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇവിടെ ഈ BJP ഒക്കെ വളരുന്നത് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നല്ലോ പണ്ടത്തെ നമ്മുടെ പട്ടത്തിൻ്റെ പാർട്ടി. അപ്പം ഈ ആ പാർട്ടി പതുക്കെ ശോഷിച്ചില്ലാതാവുകയും അവരെന്ന് വെച്ചാൽ ഒരു എലീറ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഹിന്ദുത്വ മൈൻഡോറിറ്റി കൂടിയുള്ള ആളുകളാണ്. അവരാണ് പിന്നെ ജനസംഘവും പിന്നെ BJP RSSും പിന്നെ BJP ഒക്കെ ആയിട്ട് മാറിയിട്ടുള്ളത്. പിന്നെ ചാല കലാപം ഉൾപ്പെടെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇവിടെയുണ്ട്. അപ്പം അതും ഇവിടെ BJPയുടെ വളർച്ചയ്ക്ക് ഒരു കാരണമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ടാണ് ആദ്യമായിട്ട് രാജകുടുംബത്തിൽപ്പെട്ട ഒരാൾ മത്സരിക്കുന്നു, ഹിന്ദു മുന്നണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം 1,00,000 പുറമെ വോട്ട് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം വളരെ നാച്ചുറലായിട്ട് ഒരു ഹിന്ദുത്വ മണ്ഡലമായി മാറിയൊരു പ്രദേശമാണ് ഈ തിരുവനന്തപുരം സിറ്റി. അപ്പോൾ ഈ തിരുവനന്തപുരം സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിലേക്ക് തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ കന്യാകുമാരിയായിട്ട് അടുത്ത് നിൽക്കുന്നതാണ്. അവിടെ പൊൻ രാധാകൃഷ്ണൻ അവർക്ക് MP ഉണ്ടായിരുന്നു, മന്ത്രി ഉണ്ടായിരുന്നു. അപ്പം ഇത് കണക്ട് ചെയ്തുകൊണ്ട് തമിഴ്നാട്ടിലെയും കേരളത്തിലേക്ക് ഒരേപോലെ ആക്സസ് ഉള്ള ഒരു സ്ഥലം എന്ന രീതിയിൽ ഇവിടെ ഒരു ശക്തമായ സ്ട്രോങ് ഹോൾഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റ് പ്രദേശങ്ങളിലേക്കും പിടിച്ചു കയറാൻ എളുപ്പമാണ്. തിരുവനന്തപുരത്തിന് അടുത്തുള്ള പ്രദേശം നിങ്ങളിപ്പം ആറ്റിങ്ങൽ എന്ന് വെച്ചാൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമാണ്. അവിടെ അങ്ങോട്ട് കൊല്ലം ജില്ല അങ്ങോട്ട് കഴിഞ്ഞ് പത്തനംതിട്ട ഹിന്ദു ഭൂരിപക്ഷം ഉള്ള പ്രദേശമാണ്, പിന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് കോട്ടയം അങ്ങോട്ട് സെൻട്രൽ ട്രാവൻകൂർ മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഹിന്ദുത്വ വികാരത്തിന് അനുകൂലമായിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും തരത്തിൽ ഹിന്ദുത്വ വികാരമുള്ളത്. ഇപ്പം മണിപ്പൂരൊക്കെ വന്നുകൊണ്ട് പിന്നോട്ട് അടിച്ച് നിൽക്കുന്നതല്ലാതെ ഹിന്ദുത്വ വികാരമുള്ള സ്ഥലമാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് ശക്തമായ ഫുട് ഹോൾഡ് കിട്ടിക്കഴിഞ്ഞാൽ BJPക്ക് വളരെ എളുപ്പം മറ്റ് മലബാർ വെച്ചുള്ള മറ്റ് പ്രദേശങ്ങളൊക്കെ ആകാൻ പറ്റും. മലബാറിൽ അത്ര എളുപ്പമല്ല, കാരണം അവിടെ പൊളിറ്റിക്കൽ വോട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഹിന്ദുത്വം എന്നുണ്ടെങ്കിൽ ഹിന്ദു എന്നുള്ള വികാരത്തിനാണ് കൂടുതലൊരു ഇമ്പോർട്ടൻസ് ഉള്ളത്. പക്ഷേ യുവാക്കളുടെ ഇടയിൽ വേറൊരു തരംഗപ്പ് ഉണ്ടായി വരുന്നുണ്ട്. അങ്ങനെ ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പ്ലാനാണ്. ആ പ്ലാനിൽ BJPയെ ഉള്ളിൽ നിന്ന് ദുർബലമാകുന്ന ഫാക്ടേഴ്സിനെ മോഡി സൈഡാക്കാൻ തന്നെയാണ് മോഡിയുടെ തീരുമാനം എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് ഒരുപക്ഷെ രാജീവ് ജയിക്കും എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നൊരു സാഹചര്യം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ രാജീവ് ജയിക്കേണ്ടതല്ല. ആ ഒരു മനോഭാവമാണോ? അതായത് ഒരു വരത്തൻ വന്ന് ഇവിടെ ജയിക്കണ്ട, ഞങ്ങളൊക്കെ ഇവിടെ കുറേ നാളായി നിൽക്കുകയാണ്, അപ്പോൾ ഞങ്ങളെ മറികടന്ന് ഒരാളെ കൊണ്ടു നിർത്തി ജയിപ്പിച്ചുകൊണ്ട് അങ്ങനെ പോകണ്ട എന്നുള്ളതാണോ? അല്ല, അങ്ങനെ ചിന്തിക്കുക. നിങ്ങൾ വരത്തനല്ലേ, നിങ്ങളാരാ? ബേസിക്കലി നിങ്ങളാരാ? രാജീവ് ഗുജറാത്തിൽ ജനിച്ചു,
പിന്നെ ബാംഗ്ലൂർ പിന്നെ എന്താ പറയുക പിന്നെ വളർന്നു. തട്ടകമാക്കി വളർന്ന മലയാളിയായിട്ടുള്ള ആ. ഒരാളാണ്. അങ്ങനെ വരുത്തുന്നതാണ് ശരിയാ. തൃശ്ശൂർ പാലക്കാടാണ് അദ്ദേഹത്തിൻ്റെ ബേസ്. നിങ്ങളീ പറയുന്ന ഞങ്ങൾ എന്ന് പറയുന്ന ലീഡർഷിപ്പ് ആരാ? ഞങ്ങൾ നാട്ടുകാരനല്ലേ, ഞങ്ങൾ നാടല്ലേ, മലബാറല്ല മഹാഭൂരിപക്ഷം ഇവിടെയുള്ള BJPൻ്റെ ലീഡർഷിപ്പ്. BJPയുടെ വോട്ട് ശതമാനത്തിൽ വലിയൊരു വ്യത്യാസം ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ് തോന്നുന്നു. തീർച്ചയായും. കാരണം അല്ല, ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇതൊക്കെ പറയുകയാണെന്ന് ആത്മഹത്യാപരമായിട്ട് ഇവർ വലിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഉണ്ടാവും. ആത്മഹത്യാപരമായിട്ട് വലിപ്പ് എന്ന് ഞാൻ പറയുന്നത് പണി കൊടുക്കാൻ പിന്നെ ഓങ്ങിയ സമയത്ത് തന്നെ ഒരു പണി തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. ഈ പണി ഈ രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ പലരും പിന്നെ കേരളത്തിൽ രാഷ്ട്രീയത്തിന് BJP രാഷ്ട്രീയത്തിന് ഉണ്ടാവില്ല. അത്രയും ശക്തമായ ഒരു താക്കീത് എനിക്ക് തോന്നുന്നു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, കിട്ടേണ്ട പക്ഷേ ഇപ്പോഴും സജീവമായിട്ട് രംഗത്തൊന്നും കാണുന്നില്ല. നമ്മളവിടെയൊക്കെ കണ്ടു, പക്ഷെ പല സ്ഥലത്തും എത്തിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ടു. രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാജീവിന് ഈ പറയുന്ന പോലെ സാധാരണക്കാരായിട്ട് രാജീവിനെ കൂടുതൽ അടുപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രചരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും പ്രാദേശിക പ്രവർത്തകരെ കൂടി കൂടുതൽ അവർക്ക് പങ്കാളിത്തം ഉണ്ടാക്കത്തക്ക തരത്തിൽ BJP ഒരു ടാക്ടിക്സ് ചെയ്യണം. ഇത് ആ പരസ്യം അല്ലെങ്കിൽ പ്രൊപ്പഗാൻഡയ്ക്കുള്ള ഒരു ടീമിനെ പോലും ഒരു പ്രൊഫഷണൽ ടീമിനെയൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവരികയുണ്ട്. പക്ഷേ അത് ഇവരായിട്ട് ആ ടീമൊക്കെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരും കൂടി വേണം, ലോക്കൽ പ്രവർത്തകർ കൂടി വേണം. ഇപ്പം പറഞ്ഞാൽ ലോക്കൽ പ്രവർത്തകർ മഹാഭൂരിപക്ഷവും പ്രവർത്തകരല്ല, ഈ ലോക്കൽ ലീഡർഷിപ്പിന് നല്ലൊരു പങ്കും ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്. അല്ല, ഒന്നുകിൽ അവർ മണ്ഡലത്തിലുള്ളവരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കുന്നതുകൊണ്ട് അവരവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് വൻതോതിൽ. ആറ്റിങ്ങലിൽ നടക്കുന്ന പോലെയുള്ള ചിട്ടയായ പ്രവർത്തനം തിരുവനന്തപുരത്ത് നടക്കുന്നില്ല. ആറ്റിങ്ങൽ വിജയസാധ്യത വളരെ കുറവാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ വിജയസാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ സുരേഷ് ഗോപി കഴിഞ്ഞാറ്റം കൂടെ വിജയസാധ്യതയുള്ള മണ്ഡലം തിരുവനന്തപുരമാണ്. പക്ഷേ ആ രീതിയിലുള്ള പ്രവർത്തനം ഇവിടെ കാണുന്നില്ല. അപ്പോൾ ആറ്റിങ്ങലിൽ ഇപ്പം കാണുന്ന പ്രവർത്തനം ഇവിടെ നടക്കുകയാണെങ്കിൽ ഒത്തൊരുമയോടുകൂടി പ്രവർത്തനം ഉണ്ടാകാൻ കൂളായി ജയിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പല ആവശ്യങ്ങളും സംബന്ധിച്ച് ഇപ്പോൾ ബാഴ്സലോണ മോഡൽ പറഞ്ഞു, അതുപോലെ തന്നെ ഹൈക്കോടതി ബെഞ്ചിൻ്റെ കാര്യം പറഞ്ഞു. ഇതൊക്കെ പറയുമ്പോഴും ശശി തരൂർ പ്രചരണ വേളയിലൊക്കെ തന്നെ സ്വയം പറയുകയാണ് തനിക്ക് അത് പരിമിതി കൊണ്ട്, അല്ലെങ്കിൽ തനിക്കൊരു പരിമിതിയുണ്ട് ഈ ഒരു വിഷയങ്ങളൊക്കെ നേടിയെടുക്കാൻ, കാരണം കേന്ദ്രത്തിൽ അധികാരമില്ലാത്ത പാർട്ടിയുടെ അംഗമാണ് താൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയാതെ പറയുന്ന സംഭവം. 2009 BJP ആണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്നത്. 2009 BJP നിങ്ങളെ പാർട്ടിയല്ലേ അടിച്ചു, നിങ്ങൾ 2 തവണ മിനിസ്റ്ററായില്ലേ, നിങ്ങളന്ന് IPL കൊണ്ടുവന്നില്ലേ, നിങ്ങൾക്ക് ഇത് കൊണ്ടുവന്നുണ്ടായിരുന്നു. പക്ഷേ തരൂര് സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കേണ്ട ആളല്ല ആയിരുന്നില്ല. പുള്ളിയുടെ വിദ്യാഭ്യാസവും പുള്ളിയുടെ ഉദ്യോഗവും പുള്ളിയുടെ പിന്നെ ബാക്കി പശ്ചാത്തലങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഒരു BJPക്കാരനാകേണ്ടതാണ്. പക്ഷേ BJPയിലേക്ക് കോൺഗ്രസ് വലിയ നേതാക്കൾ പോലും പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ വിശ്വപൗരത്വം തരൂരിന് തന്നെ വലിയൊരു വിഘാതമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു സമയത്ത് BJP എന്തെങ്കിലും തന്ത്രം കൊണ്ട് തരൂരിനെ വലയിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് അങ്ങനെ ആളുകളെ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്വയം വളരാൻ പറ്റില്ല എന്ന ബോധ്യം നിങ്ങൾക്ക് വരുമ്പോഴാണ്. ഇപ്പം ഈ ലോക്സഭാ ഇലക്ഷനിൽ BJP ഭീകരമായിട്ടുള്ള പരാജയത്തിലേക്ക് പോവുകയാണ്. ഇവിടെ തിരുവനന്തപുരത്തും കേരളത്തിൽ പോവുകയാണ്. ഒറ്റ സീറ്റും കിട്ടിയില്ല. തിരുവനന്തപുരത്തും ശശി തരൂരാണ് ജയിക്കുന്നതെങ്കിൽ ചിലപ്പം BJP ഇപ്പോഴും അങ്ങനെയാണല്ലോ, അവർക്ക് അതിൽ പ്രത്യയശാസ്ത്രപരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. അവർ കൊള്ളാവുന്ന ആളാണെങ്കിൽ അവരെടുക്കും, മത്സരിപ്പിക്കും, ജയിപ്പിക്കും, ചിലപ്പം മന്ത്രിയാകും. അത് കഴിഞ്ഞിട്ട് അവരിവിടെ ഗ്രൗണ്ട് ഉണ്ടാക്കും, പിന്നെ എടുത്തിട്ട് മാർഗനിർദ്ദേശ മണ്ഡലം ഇരുത്തും അഡ്വാനിയുടെ കൂടെ. അതേ ഉള്ള സാധ്യതയുള്ളൂ. അല്ലാതെ ഇപ്പോൾ അവർക്ക് നല്ലൊരു ടീമുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ കേരളത്തിലാണ് കാര്യങ്ങൾ കൃത്യമായി ഇടപെടാൻ സുരേഷ് ഗോപി ഉണ്ട്. ഭാവി മുഖ്യമന്ത്രിയാണ് അവരുടെ, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി. പിന്നെ അതിൻ്റെ അണ്ടറിൽ സുരേഷ് ഗോപിയുടെ അണ്ടറിൽ സന്ദീപുമാരുണ്ട്, സന്ദീപ് വാചസ്പതി, സന്ദീപ് വാര്യർ, ഇങ്ങനെ നല്ല പയ്യന്മാരുണ്ട്. പിന്നെ ഈ പ്രഫുൽ കുമാർ എന്താ വടകര മത്സരിക്കുന്നത്, അവൻ നല്ല കാലിബറുള്ള പയ്യനാണ്. അങ്ങനെ കൊള്ളാവുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക്. അപ്പോൾ അവരെ വളർത്തിക്കൊണ്ടുവരിക, സുരേഷ് ഗോപിനൊരു തലതൊട്ടപ്പനെ നിർത്തുക, അങ്ങനെയുള്ള പരിപാടിയാന്ന് തോന്നുന്നു. പിന്നെ കേന്ദ്രത്തിലേക്ക് ഡൽഹിയിലാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ, പിന്നെ ആന്റണിയുടെ മോന് പ്രത്യേക കഴിവെന്നുള്ളതുകൊണ്ടല്ല, ആന്റണി തന്നെ രക്ഷപ്പെട്ടു പോയത് കോൺഗ്രസ് ബാലാരവിയുടെ സ്ഥാനത്ത് തന്നെ ആന്റണി വന്നത്. അതുവരെ ബാലാരവി ആയിരുന്നു മുന്നിൽ, അല്ലാതെ ഒപ്പമായിരുന്നു. അപ്പം ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ ആൾ വരണമെന്ന് പറഞ്ഞപ്പോഴാണ് AICCയിലേക്ക് ആദ്യം എനിക്ക് തോന്നുന്നു ആന്റണി വരുന്നത്. അപ്പം അതുപോലെ പ്രത്യേക ഗുണം ഉണ്ടായിട്ടൊന്നല്ല, ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന്, സുധീൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു നേതാവിനെ വളർത്തിക്കൊണ്ടുവരിക, അത് ഒരു കേരള മുഖ്യമന്ത്രിയുടെ മകൻ എന്ന രീതിയിൽ അനിൽ ആന്റണിനെ അവരെ എവിടെയെങ്കിലും പിടിച്ചിരുത്താൻ സാധ്യതയുണ്ട്. അതല്ലാതെ എന്താണ്, അതിനാണ് സാധ്യത. അതായത് BJP പറയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടുകൂടായികയില്ല ആരോടും. ഈ പറയുന്നത് പോലെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് എതിരല്ല തങ്ങൾ എന്ന് പറയാനാണ് അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ആ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് ആ സന്ദേശം എത്രത്തോളം കേരളത്തിൽ വില പോകും എന്നുള്ളതാണ്. അതെ, 2 കാര്യങ്ങളുണ്ട്. ഇത് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെയാണ് വേറെ ചില പ്രശ്നങ്ങളുണ്ടാവുക. അപ്പോൾ ഉദാഹരണമായിട്ട് മണിപ്പൂർ കലാപം. മണിപ്പൂർ മുമ്പും കലാപങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കലാപം നടന്ന സമയത്ത് കൂടുതൽ ടെലിവൈസ്ഡ് ആയിട്ടുള്ള ഒരു കലാപമായിരുന്നു. അതായത് ഒരു ഗ്രാവിറ്റിയും സ്കെയിലും കൂടുതലായിരുന്നു. വംശീയ എന്നുള്ള ഉപരിയായിട്ട് ആ മതപരം കൂടിയായിട്ട് മാറി. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെ വരുമ്പോൾ ഇവിടെ അടുക്കാൻ ശ്രമിക്കുന്നവർ
അങ്ങ് പാർട്ടിയിൽ ഇപ്പോൾ സുരേഷ് ഗോപിനോട് അടുപ്പം കാണിക്കും, സ്നേഹം കാണിക്കും, സുരേഷ് ഗോപി വോട്ടും ചെയ്യും. പക്ഷേ ആ പാർട്ടിയായിട്ട് അടുക്കില്ല. അതാണ് പ്രശ്നം. പിന്നെ കേരളത്തിലാണ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് പൊതുവേ RSS ഒരു ഭാഗത്ത് RSSും ഒരു ഭാഗത്ത് മുസ്ലിങ്ങളാണ് ഉത്തരേന്ത്യ നടന്ന പല കലാപങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നിന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്കാർ മനസ്സിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാശ്മീരിൻ്റെ പ്രത്യേക പദവിയാണെങ്കിൽ, രാമക്ഷേത്രമാണെങ്കിൽ അവിടെയൊക്കെ എതിർ വിഭാഗത്തിൽ തോൽപ്പിക്കപ്പെടുന്ന മുസ്ലിംസാണ്. ഇവരെയാണ് മോഡി അഡ്രസ്സ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇവരുടെ ഇടയിൽ വികസനം എത്തിക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ കൊണ്ടുവരിക, അവരുടെ ഇടയിൽ നിന്ന് ജെന്യുയിനായിട്ട് ഉയർന്നു വരുന്ന നേതാക്കന്മാരെ പ്ലേസ് ചെയ്യുക. ഇപ്പം BJP ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് എന്താ, മുസ്ലിംസിൻ്റെ വോട്ടും കിട്ടിയില്ല, ഹിന്ദുക്കളെ വോട്ടും കിട്ടിയല്ല, തോൽക്കും. അതുകൊണ്ടാണ് ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ BJP ജയിക്കുന്നത് എങ്ങനെയാണ്? 60% അവിടെ മുസ്ലിങ്ങളുണ്ടാവും, 40% ഹിന്ദുക്കൾ ഉണ്ടാവുക. അവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അവിടെ BJP ഒരു മുസ്ലിം സ്ഥാനാർത്ഥി നിർത്തിയാൽ അവർ വോട്ട് ചെയ്യില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത്, BJP മുസ്ലിം സ്ഥാനാർത്ഥികൾ ഒന്ന് കൂടുതൽ അങ്ങ് നിർത്തും, തന്ത്രപരമായി ഇടപെട്ടിട്ട് ഇന്ന് മുസ്ലിം വോട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ 40% ഹിന്ദു വോട്ട് കൃത്യമായിട്ട് വീഴ്ത്തുകയും ചെയ്യും. അലിഗറിലൊക്കെ അവരങ്ങനെയാണ് ജയിച്ചു പോകുന്നത്. ആ സ്ട്രാറ്റജി മാറ്റിയിട്ട് മുസ്ലിംസിൻ്റെ ഇടയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, വളരെ ദേശീയവാദികളായിട്ടുള്ള ഒരു വിഭാഗത്തെ, ഈ 80% സാധാരണക്കാരായ മുസ്ലിംസിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് നേതാക്കന്മാരെ വളർത്തിക്കൊണ്ട് വരും. അവരെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിംസിലേക്ക് ഇവർ പാലിടും. അതാണ്. അല്ലാതെ മുസ്ലിംസിനെ പിടിച്ച് കടലിൽ മുക്കുക എന്നുള്ള പരിപാടി ഒന്നും ഇവർക്കില്ല. അത് അവർ തന്നെ മാറ്റിയിട്ടുണ്ട്. അത് അന്നത്തെ ഒരു പാകിസ്ഥാൻ വിഭജനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രത്യേക സാഹചര്യത്തിൽ വന്ന കാര്യമാണ്. നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഇപ്പോൾ തിരിച്ചു വരികയെന്ന് വിചാരിച്ചു. തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വന്നാൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് നിർത്തുമ്പോൾ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പിന്നെ യോഗ്യതയും സ്വീകാര്യതയും ഒക്കെ നോക്കുമ്പം ഇത്തവണ BJP ജയിക്കേണ്ടതാണ്. പുതിയ തലമുറ ക്ലിയർ എഡ്ജ് ഉണ്ട്. പിന്നിൽ നിന്ന് കുത്തിയില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കേണ്ടത്. ക്ലിയർ എഡ്ജ് ഉണ്ട്. പിന്നെ രാജീവ് പറയാനുള്ളൊരു കാര്യം, നമ്മൾ 3 പേരും തിരുവനന്തപുരം താമസിക്കുന്ന ആളുകളാണ്. ദയവ് ചെയ്ത് ഈ തിരുവനന്തപുരത്ത് ഒടുക്കത്തെ ട്രാഫിക് ബ്ലോക്കാണ് ഓഫീസ് അവറിൽ. അത് നിർത്തണമെങ്കിൽ ആ സ്വീകാര്യം, ആ സുകുമാർ ബുക്കിൻ്റെ മുന്നിൽ നമ്മുടെ ഈ തമ്പാനൂർ, അതുപോലെ പാപ്പനംകോട്, ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് പെരൂക്കട, ഇങ്ങനെ ചുരുക്കിയ സ്ഥലത്ത് നല്ല ഫ്ലൈ ഓവേഴ്സ് ഉണ്ടാക്കിയാൽ മതി. ആ ഫ്ലൈ ഓവർ എന്ന് വെച്ചാൽ ഇവിടുന്ന് മാർത്താണ്ഡത്തെ ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, തമിഴ്നാട്ടിൽ കന്യാകുമാരിക്ക് പോകും, അത് കുഴപ്പമില്ലാത്ത ഫ്ലൈ ഓവർ, അതുപോലുള്ള ഒന്ന് മതി. ഇങ്ങനെ 4 ഫ്ലൈ ഓവർ ഉണ്ടാക്കിയത് ഇവിടെ മെട്രോയുടെ ഒന്നും ആവശ്യമില്ല. തിരുവനന്തപുരത്തെ ട്രാഫിക് ബ്ലോക്ക് നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ വേണം വാട്ടർ മെട്രോ ഉണ്ടാക്കാം. ഈ അവധി പുത്തനാക്കം ഒന്ന് നവീകരിച്ചാൽ മതി. ഇങ്ങനെ വിവരമുള്ള മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു 25 വർഷം ഇവിടെ ജയിക്കാനും ഭരിക്കാനുള്ള ഒരു സമ്മതി തിരുവനന്തപുരത്ത് തരുന്നതാണ്. എന്തായാലും LDFന് ഇത്തവണ 3ാം സ്ഥാനത്ത് തന്നെ നിൽക്കാൻ സാധാരണഗതിയിൽ അങ്ങനെ തന്നെ ആയിരിക്കും. എന്തായാലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി ഇതാണ്. അതായത് BJPക്ക് നേരിയൊരു എഡ്ജുണ്ട്, രാജീവ് ചന്ദ്രശേഖറിന് വിജയിക്കുവാനുള്ള സാധ്യത. പക്ഷേ അവരുടെ ടീമിലുള്ളവർ പിന്നിൽ നിന്ന് കുത്തരുത് എന്ന് മാത്രം. ശശി തരൂർ പിന്നിലേക്ക് പോകും. അതിനോടൊപ്പം തന്നെ 3ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും ഇക്കുറിയും LDFന് എന്നുള്ളതാണ് നിലവിലെ ഒരു പൾസ്. കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത ഫക്രുദ്ദീൻ അലി, ഒപ്പം തന്നെ ശങ്കർ ഹിമഗിരി, ഇരുവർക്കും നന്ദി. വോട്ടേഴ്സ് ചോയ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.